കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്ത് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ മഹാഭാരത കഥയിലെ 4 കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്ക് അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി നമുക്ക് കർണനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ. കർണൻ കുന്തിദേവിയുടെയും സൂര്യഭഗവാന്റെയും പുത്രനാണെന്ന് നമുക്കറിയാം. പക്ഷേ കർണനെ വളർത്തിയതാരാണ്? അധിരഥനും രാധയുമാണ്. എങ്ങനെയാണ് കുന്തിദേവിയുടെയും സൂര്യഭഗവാന്റെയും പുത്രനായ കർണൻ തേരാളിയായ അധിരഥന്റെയും രാധയുടെയും കൈകളിൽ എത്തപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. യാദവകുലത്തിലെ ശൂരസേനന്റെ പുത്രിയും കൃഷ്ണന്റെ പിതാവ് വസുദേവരുടെ സഹോദരിയുമാണ് പൃഥ. മക്കളില്ലാതിരുന്ന കുന്തിഭോജന് ശൂരസേനൻ പൃഥയെ ദത്തു നൽകി. അങ്ങനെയാണ് കുന്തി എന്ന പേര് ലഭിക്കുന്നത്. ചെറുപ്പകാലത്ത് ദുർവാസാവു മഹർഷി അദ്ദേഹത്തെ ഭക്തിപുരസ്സരം ശുശ്രൂഷിച്ചതിന് പകരമായി ദേവതകളെ പ്രസാദിപ്പിക്കുന്നതിലൂടെ മക്കളെ ലഭിക്കും എന്ന ഒരു വരം കുന്തിക്ക് നൽകി. ഈ വരത്തിൽ വിശ്വാസം വരാതിരുന്ന കുന്തി പരീക്ഷണാർത്ഥം സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ കർണൻ ജനിച്ചു. അപവാദം ഭയന്ന് കുന്തി കർണനെ കുട്ടയിലാക്കി നദിയിൽ ഉപേക്ഷിച്ചു. പിൽക്കാലത്ത് കുന്തിയെയും മാദ്രിയെയും ഹസ്തിനപുരിയിലെ രാജാവായ പാണ്ഡു വിവാഹം കഴിച്ചു. വിധിവശാൽ ശാപഗ്രസ്തനായ പാണ്ഡുവിന് മക്കളുണ്ടാകയില്ലായിരുന്നു. കുന്തി ദുർവാസാവിൽ നിന്നും ലഭിച്ച വരം ഉപയോഗിച്ച് ഭർത്താവിന്റെ അനുമതിയോടെ 3 പുത്രന്മാർക്കും ഇതേ വരം ഉപയോഗിച്ച് മാദ്രി 2 പുത്രന്മാർക്കും ജന്മം നൽകി. നദിയിലൂടെ ഒഴുക്കിവിട്ട കർണൻ തേരാളിയായ അധിരഥന്റെയും രാധയുടെയും കൈകളിലാണ് എത്തപ്പെട്ടത്. ജനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്ന കവചകുണ്ടലങ്ങളാൽ തേജസ്വിയായ ക്ഷത്രിയകുമാരന് സൂതപുത്രനായി വളരേണ്ടി വന്നു. കുന്തിപുത്രനായി ജനിച്ചിട്ടും സ്വന്തം സഹോദരന്മാരാൽ പല പ്രാവശ്യം അപമാനിക്കപ്പെട്ടു. ആ അപമാനത്തിൽ നിന്ന് കർണനെ കൈപിടിച്ചുയർത്തി അംഗരാജാവെന്ന സ്ഥാനം നൽകിയത് സുയോധനനായിരുന്നു. അതുകൊണ്ട് തന്നെ ആജീവനാന്തം ദുര്യോധനന്റെ പ്രിയപ്പെട്ട ചങ്ങാതി തന്നെയായിരുന്നു കർണൻ. ഒരു ഘട്ടത്തിൽ സ്വന്തം സഹോദരന്മാരാണ് പാണ്ഡവർ എന്നറിഞ്ഞിട്ട് പോലും ദുര്യോധനനോടുള്ള കൂറിന് ഒരു കോട്ടവും തട്ടിയില്ല. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17-ാം ദിവസം നിരായുധനായ കർണനെ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ വധിക്കുകയാണുണ്ടായത്. മഹാഭാരത കഥയിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ ഒന്നാമതാണ് കർണന്റെ സ്ഥാനം. അടുത്തത് ദ്രോണർ. ഭരദ്വാജ മഹർഷിയുടെ പുത്രനായ ദ്രോണർ പാണ്ഡവരെയും കൗരവരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ച ഗുരുനാഥനായിരുന്നു. ദ്രോണത്തിൽ അഥവാ കുടത്തിൽ ജനിച്ചവനാകയാലാണ് ദ്രോണർ എന്ന പേര് ലഭിച്ചത്. അഗ്നിവേശ മുനിയിൽ നിന്ന് ദ്രോണർ ആയുധവിദ്യ അഭ്യസിച്ചു. ശരദ്വാന്റെ പുത്രി കൃപയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. പുത്രൻ അശ്വത്ഥാമാവ്. പ്രിയ ശിഷ്യനായിരുന്നു അർജുനൻ. അർജുനനേക്കാൾ വില്ലാളിയായി ആരുമുണ്ടാകരുതെന്ന് കരുതിയാണ് അദ്ദേഹത്തെ ഗുരുവായി കണ്ട് വിദ്യ അഭ്യസിച്ച ഏകലവ്യനോട് ഗുരുദക്ഷിണയായി പെരുവിരൽ ആവശ്യപ്പെട്ടത്. ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് 11-ാം ദിവസം മുതൽ 5 ദിവസം സർവ്വ സൈന്യാധിപനായിരുന്നത് ദ്രോണരായിരുന്നു. ഒടുവിൽ അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ആയുധം താഴെ വെച്ച് മരണം വരിക്കുകയായിരുന്നു. ദ്രുപദ രാജാവിന്റെ മകനായ ധൃഷ്ടദ്യുമ്നനാണ് ദ്രോണരെ വധിച്ചത്. ഇനി ഭീഷ്മർ. കുരുവംശത്തിലെ ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിൽ ജനിച്ച പുത്രനാണ് ദേവവ്രതൻ. തന്റെ പിതാവ് മോഹിച്ച സ്ത്രീയെ നേടിക്കൊടുക്കാനായി ഭീഷ്മമായ ശപഥം ചെയ്തതിനാലാണ് ദേവവ്രതൻ ഭീഷ്മർ എന്നറിയപ്പെട്ടത്. ഗംഗാദേവി ശന്തനുവിനെ വിട്ടുപോയതിനു ശേഷം ഒരിക്കൽ മത്സ്യകന്യകയായ സത്യവതിയെ കണ്ട് മോഹിച്ച് വിവാഹം കഴിക്കാൻ ശന്തനു ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ പിതാവ് സത്യവതിയിൽ പിറക്കുന്ന മകനെ യുവരാജാവായി അഭിഷേകം ചെയ്യുമെങ്കിൽ മാത്രമേ വിവാഹം നടത്തിക്കൊടുക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ ഭീഷ്മരെ അടുത്ത അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചിരുന്നു. പിതാവിന്റെ ദുഃഖത്തിന് കാരണം മനസ്സിലാക്കിയ ദേവവ്രതൻ ദാശകന്യകയെ ചെന്നു കണ്ട് അവളുടെ പുത്രന്മാരെ അടുത്ത രാജാവായി വാഴിക്കാമെന്ന് ശപഥം ചെയ്തു. വീണ്ടും ദേവവ്രതനു ജനിക്കുന്ന കുട്ടികളെക്കുറിച്ചുകൂടി ചോദ്യം വന്നപ്പോൾ തന്റെ പിതാവിന്റെ സന്തോഷത്തിനു വേണ്ടി
ആജീവനാന്തം നിത്യബ്രഹ്മചാരിയായി ഇരുന്നു കൊള്ളാമെന്ന് കൂടി ശപഥം ചെയ്തു. ഇതറിഞ്ഞ ശന്തനുവാണ് സ്വച്ഛന്ത മൃത്യു എന്ന വരം ഭീഷ്മർക്കു നൽകിയത്. ശന്തനുവിന് സത്യവതിയിൽ ജനിച്ച 2 പുത്രന്മാരിൽ ചിത്രാംഗതൻ അതേ പേരുള്ള ഒരു ഗന്ധർവന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടു. വിചിത്രവീരനു വേണ്ടി കാശിരാജാവിന്റെ മക്കളായ അംബ, അംബിക, അംബാലിക എന്നീ രാജകുമാരിമാരെ ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവന്നു. എന്നാൽ മറ്റൊരു രാജാവുമായി പ്രണയത്തിലാണെന്നു പറഞ്ഞ അംബയെ ഭീഷ്മർ തിരിച്ചയച്ചു. എന്നാൽ കാമുകൻ നിരസിച്ചപ്പോൾ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഭീഷ്മരോട് അവൾ ആവശ്യപ്പെട്ടു. ഭീഷ്മർ ബ്രഹ്മചാരിയായതിനാൽ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. പ്രതികാരദാഹിയായി മാറിയ അംബയുടെ അടുത്ത ജന്മമാണ് ശിഖണ്ഡി. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്ത് അർജുനൻ ഭീഷ്മർക്ക് ശരശയ്യ തീർത്തു. ഒടുവിൽ സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ ഉത്തരായന കാലം വരെ കാത്തുകിടന്ന് സ്വർഗലോകം പോകി. അടുത്തത് ദുര്യോധനൻ. കുരുവംശ രാജാവായ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും 101 മക്കളിൽ മൂത്തവനാണ് ദുര്യോധനൻ അഥവാ സുയോധനൻ. അച്ഛൻ്റെ സഹോദരനായ പാണ്ഡുവിൻ്റെ പുത്രന്മാരായ പാണ്ഡവരോട് ആജന്മ വിദ്വേഷം വെച്ചു പുലർത്തിയ ആളായിരുന്നു ദുര്യോധനൻ. ചെറുപ്പകാലം തൊട്ടേ പാണ്ഡവരെ കൊല്ലാനായി പല കുടിലതന്ത്രങ്ങളും ദുര്യോധനാദികൾ പ്രയോഗിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഭാഗ്യം കൊണ്ടവർ രക്ഷപ്പെട്ടു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമസേനൻ തുടയിലടിച്ചാണ് ദുര്യോധനനെ കൊല്ലുന്നത്. ജീവിച്ചിരുന്ന കാലത്ത് പല അധർമ്മപ്രവർത്തികൾ ചെയ്തുവെങ്കിലും ബലരാമന്റെ അനുഗ്രഹവും ക്ഷത്രിയകുലോചിതമായി യുദ്ധം ചെയ്ത് മരണപ്പെടുകയും ചെയ്തതിനാൽ ശ്രേഷ്ഠമായ സ്വർഗം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷത എന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം ദ്രോണപർവത്തിലെ കുറച്ച് ഭാഗമാണ് കഥകൾ അതിമോഹനം. പഞ്ചവർണ്ണക്കിളി പെണ്ണിനെ സന്തോഷിപ്പിച്ച് കഥ പറയിക്കാൻ വേണ്ടിയാണ് കവി കുറച്ച് വിശിഷ്ട ഭോജ്യങ്ങൾ കിളിപ്പെണ്ണിന് നൽകുന്നത്. കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു കണ്ടെത്തി മെല്ലെ തിരുമ്മി ഉടച്ച് തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ വെവ്വേറെ വെച്ചിരിക്കുന്നു. കൂടാതെ ദാഹിച്ചാൽ കുടിക്കാനായി നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും വെച്ചിട്ടുണ്ടെന്നാണ് കവി പറയുന്നത്. അടുത്ത ചോദ്യം. കർണസുഖം ഞാൻ പറകയില്ലാരോടും. കർണന്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഭീഷ്മ പിതാമഹന്റെ പതനത്തിനു ശേഷം സർവ്വസേനാപതിയാകാൻ ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട കർണൻ പറയുന്ന മറുപടിയാണിത്. ഞാൻ കർണസുഖം ആരോടും പറകയില്ല എന്നാണ് കർണൻ പറയുന്നത്. നാം പലപ്പോഴും അപ്രിയമായ സത്യം പറയാറില്ല. മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന തരത്തിൽ സംസാരിക്കാനാണ് ആളുകൾ ശ്രമിക്കാറുള്ളത്. സ്വാർത്ഥതയോടെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി പറയുന്നത് തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കാം. പറയുന്നത് തെറ്റാണെങ്കിൽ, ചെയ്യുന്നത് തെറ്റായ കാര്യമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആരും മിനക്കെടാറില്ല. ഇവിടെയാണ് കർണൻ വ്യത്യസ്തനാകുന്നത്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായി കർണൻ ഒരിക്കലും അസത്യം പറയാറില്ല. സത്യം അത് അപ്രിയമാണെങ്കിലും പറയാൻ ശ്രമിക്കുക. സത്യവും ധർമ്മവും മുറുകെ പിടിച്ചു ജീവിക്കുന്നവർക്ക് ആത്മനിന്ദ തോന്നാതെ ജീവിക്കാൻ കഴിയും. സത്യസന്ധതയോടെ ജീവിക്കുന്ന കാലമത്രയും ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. അടുത്ത ചോദ്യം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞെൻ ചെവി രണ്ടും കുളിർക്കപ്പറക നീ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ല ആരോടും. ചെവി രണ്ടും കുളിർക്കപ്പറക, കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത്. 2 സന്ദർഭങ്ങളിലും ആശയത്തെ വ്യക്തമാക്കുന്നതെന്തല്ല? സ്വാഭിപ്രായം സമർത്ഥിക്കുക.
പഞ്ചവർണ്ണക്കിളിയോട് എൻ്റെ ചെവി രണ്ടും കുളിർപ്പിക്കുന്ന കഥകൾ സന്തോഷത്തോടെ പറയാനാണ് കവി ആവശ്യപ്പെടുന്നത്. കർണങ്ങൾക്ക് സുഖം പകരുന്ന തരത്തിൽ കഥ പറയാനാണ് കവി ആവശ്യപ്പെടുന്നത്. എന്നാൽ കർണൻ പറയുന്ന കർണസുഖം എന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനായി പറയുന്ന വെറും വാക്കാണ്. രണ്ടും അർത്ഥപരമായി ചിന്തിക്കുമ്പോൾ ഒരേ തരത്തിലുള്ള പ്രയോഗമാണെങ്കിലും ആശയപരമായി വ്യത്യസ്തത പുലർത്തുന്നു. അടുത്ത ചോദ്യം, ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ലയെന്നു വരുമിനി നിർണയം. കല്യാണ സൗഗന്ധികം, കുഞ്ചൻ നമ്പ്യാർ. ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. എഴുത്തച്ഛൻ. മുകളിൽ നൽകിയിരിക്കുന്ന കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? ആദരവോടെയാണെങ്കിലും ധാരാളമായി വിളമ്പിയാൽ സ്വാദില്ല എന്ന് വരുമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. എഴുത്തച്ഛനാകട്ടെ കനക്കെ ചുരുക്കി ഞാൻ പറയാമെന്നാണ് പറയുന്നത്. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണെങ്കിലും ആവശ്യത്തിലധികം നൽകിയാൽ അത് കഴിക്കുന്നവന് ആസ്വദിച്ച് കഴിക്കാൻ കഴിയില്ല. ഭക്ഷണത്തിൻ്റെ ആധിക്യം കാണുമ്പോഴേ വയറ് നിറയും, സ്വാദ് തോന്നുകയുമില്ല. അതുപോലെ തന്നെയാണ് ഭാഷയും. പറയേണ്ട കാര്യം വളരെ ചുരുക്കി സൂക്ഷ്മവും വ്യക്തവുമായി പറയണം, എന്നാൽ അർത്ഥപൂർണമായിരിക്കണം എന്നാണ് മഹാകവികൾ രണ്ടുപേരും പറയുന്നത്.